ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ എത്തിച്ചത്? 2, ഏത് സമയത്തായിരുന്നു? എന്തായാലും സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ വരുന്ന സന്ദർശകരുടെ പട്ടികയൊക്കെ അവിടെ സുരക്ഷാ ഭടന്മാർ എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ടുള്ള രേഖയുടെ ഭാഗമാണ്. അത് കണ്ടെത്താൻ വലിയ വിഷമവുമില്ല. അപ്പോൾ ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതികരിക്കണം. എന്താ കാരണം? ഇവർ രണ്ടുപേരും കൈയൊഴിഞ്ഞു. ഇവർ പറയായിരുന്നു ഞങ്ങൾക്ക് ഒരു പരിചയം വെച്ച് ഇവരെ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സോണിയാഗാന്ധിയെ അവിടെ നിന്ന് മോചിപ്പിക്കാമായിരുന്നു. പക്ഷേ ഈ അന്വേഷണത്തിന്റെ 4 അതിർത്തിയിലേക്ക് തങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയെ പിടിച്ചിടുക എന്നുള്ള ഒരു ക്രൂരകൃത്യമാണ് ഇവർ രണ്ടുപേരും അനുഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരും. ഇനി സാധാരണഗതിയിൽ ഇത്തരം കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സ്വാഭാവികമായിട്ടും ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു, എപ്പോഴായിരുന്നു, എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കൂടിക്കാഴ്ചയുടെ പടങ്ങളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും ഇവരുടെ മറ്റ് ഇടപാടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ ഒരു സ്വാധീനം പറഞ്ഞ് എത്ര പേരെ അവർ പാട്ടിലാക്കിയിട്ടുണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതല്ലേ. അത് മാത്രമല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ളൊരു അന്വേഷണമാവുമ്പോൾ പഴുതടച്ചുള്ളൊരു അന്വേഷണമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വശത്തേക്ക് കൂടി അന്വേഷണം ദീർഘിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ദീർഘിപ്പിക്കാൻ ആന്റണിയും അടൂർ പ്രകാശും നടത്തിയ പ്രതികരണം യഥാർത്ഥത്തിൽ പ്രേരകമാകുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള പ്രതികരണങ്ങൾ എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല, ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഈ UDF എംപിമാർ, ഈ 2 വിദ്വാന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ ദേശീയ മഹാത്മാഗാന്ധി തൊഴിലാന പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്ന സമയത്ത് പാർലമെന്റിൽ ആഭാസം കാണിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പറഞ്ഞതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിന്മേൽ വന്ന് ഭവിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.